ഗൈസ്, നമ്മൾ ഗ്രോയ ഗാർഡൻ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഗാർഡൻ നമ്മളിവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സീഡ് എന്തെങ്കിലും വന്നോ നോക്കാം. ചേട്ടാ, ഒരു സീഡ് വേണമല്ലോ. ഇത് പംകിൻ സീഡ് വന്നിരിക്കുന്നത്. അത് എൻ്റെ ഇല്ല, ലെജൻഡറി. അത് അടിക്കും. അത് കളിക്കുക. അത്രേ ഉള്ളോ? ഓ ഗൈസ്, അത് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ. ഇനി അടുത്ത സ്റ്റോക്ക് വരുമ്പോൾ നമുക്ക് മേടിക്കാം. നമ്മുടെ ഫാമിട്ട് നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാം. ഗൈസ്, ഇതാണ് എൻ്റെ ഫാം. ഞാൻ വളർത്തി തുടങ്ങിയിട്ടുള്ളൂ. എനിക്ക് ഇവിടെ 2 തെങ്ങുണ്ട്, പിന്നെ ഒരു ആപ്പിൾ തോട്ടമുണ്ട്, പിന്നെ വാട്ടർമെലൺ തോട്ടമുണ്ട്. തോട്ടമല്ല കേട്ടോ, വാട്ടർമെലൺ ഉണ്ട്. പിന്നെ ഇപ്പറേ നമ്മുടെ തക്കാളി കൃഷിയുണ്ട്. പിന്നെ ഒരു മഷ്റൂം ഉണ്ട്, മാജിക് മഷ്റൂം. സാധാരണ മഷ്റൂം. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ തൊടാം? പംകിൻ തൊടാം. പംകിന് നമ്മളെ വെജിറ്റബിൾസ് ഒക്കെ ഈ സൈഡിലാട്ടോ. വെജിറ്റബിൾസും മറ്റു സംഭവങ്ങളൊക്കെ ഈ സൈഡിൽ നമ്മൾ ഉണ്ടാകാനാണ്. പക്ഷേ ഒരു തക്കാളി അപ്പുറം കൊണ്ട് നട്ടിട്ടുണ്ട്, അത് വേറെ ആയിരിക്കും. നട്ടോ തോട്ടം ചുമ്മാ സീനാന്നറിയാലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? സെല്ല് ചെയ്യാൻ നമ്മുടെ കയ്യിൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചിമ്മാരുടെ ഗാർഡൻ കണ്ടോ? അതെന്ത് പൊളിയാതെ കൊള്ളാം. നമുക്ക് മറന്ന് നല്ല അടിച്ചു മാറ്റാണെന്നുണ്ട്, പക്ഷെ ഒന്നും അടിച്ചു മാറ്റാനില്ല. എന്താ പറയുക, റോബ്ലോക്സ് ഒക്കെ കൊടുക്കണം, നല്ല അടിച്ചു മാറ്റാൻ നടക്കത്തുള്ളൂ. ഇതേ തെങ്ങിന്റെ മുകളിൽ കയറി. ലൂഫി എന്ന് പറഞ്ഞൊരുത്തെ ഗിയറിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ. പെറ്റ്സിനെയൊക്കെ നമുക്ക് പയ്യെ മേടിക്കാൻ കൈ സമയമാട്ടെ. ടിക്കറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതിൻ്റെ ഒന്നും ആവശ്യം എനിക്ക് ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. നമ്മളിതിനെ പറ്റിയൊക്കെ പഠിച്ചു തന്നെ ഉള്ളൂ. എനിക്ക് ആ വെള്ളം ചിറ്റുന്ന സാധനം വേണമെങ്കിൽ ഓർമ്മ സ്റ്റോക്കില്ല, അഡ്വാൻസ്ഡ് സ്റ്റോക്കില്ല. നമ്മൾ പൈസക്കാരൻ, നമ്മുടെ പൈസ ഉണ്ട് കേട്ടാ. ഇതാണ് നമ്മുടെ ഗാർഡൻ. നമ്മളിതിനി ഡെവലപ്പ് ചെയ്ത് ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആക്കുന്നു. നോക്കുകയോ നമ്മൾ ചെതറാക്കാം. നമ്മൾ ഇപ്പന്മാരെയൊക്കെ വെട്ടിക്കും. നമ്മൾ നോക്കൂ, നമ്മൾ ഉറപ്പ് പറയാം, അതൊക്കെ നമ്മൾ വെട്ടിച്ചിരിക്കും. പയ്യെ ഡെവലപ്പ് ചെയ്യാം. നമുക്കെന്തെങ്കിലും പോയി സെല്ല് ചെയ്താലോ? ഇതിവിടെ വേണ്ട, ഇവന് ഇത്രയൊക്കെ മതി. ഈ ഫ്രണ്ടിലേക്ക് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇവനെ കൊണ്ടുപോയി വെക്കാം. സെല്ല് ഇതേ ഞണ്ടാ. ഇതെന്നാ ഇതൊക്കെ ഇതിൽ നടക്കുന്നേ? ഓ അത് ശരി. എടി ഉമ്മാരുടെ ആരും മറ്റേ സാറിന സാധനം വെച്ചിട്ടില്ല ഉമ്മാര്? ഇല്ല. നമുക്ക് ഓരോ ഗാർഡൻ പോയി എക്സ്പ്ലോർ ചെയ്താലോ? മോളെ, ഇത് മോളുടെ നമുക്ക് ഇതിനോടല്ല സീഡ് തരുമെന്ന് ചോദിച്ചാലോ? ഇന്നലെ ഞാനിങ്ങനെ ഇതുപോലെ ഒരെണ്ണം ചോദിച്ചിട്ടെ, ഉമ്മാൻ എനിക്ക് ഒരെണ്ണം തന്നു. ഒരുത്തനെ ഒരെണ്ണം എനിക്ക് തന്നു. ചോദിച്ചിട്ടുണ്ട്. ഇവനൊക്കെ മനുഷ്യത്വം ഉണ്ടെങ്കിൽ തരും. ആരാന്നറിയാൻ പാടില്ല. അതന്നെ സിറി ഗെയിമിംഗ് ആണ്. ഞാൻ ത്രോട്ട് ഗെയിമിംഗ് ആണ്, അത് സിറി ഗെയിമിംഗ്. ഞാൻ തരുമോ പ്ലീസ്? എവിടെ സിറി ഗെയിമിംഗ്? പ്ലീസ് ഗീവ് മീ സംതിങ്. ഒരു സൈഡാ. ഓ, എൻ്റെ ശല്യം കാരണം സഹിക്കാനുള്ളതെന്നോ? ഓടി എടുക്കുക. പ്ലീസ് ഒന്ന് ഒരെണ്ണം. സീഡിന്റെ കാര്യമായിട്ട് പറഞ്ഞേ, നിങ്ങളാരും തെറ്റിയിരിക്കരുത്. ഓ, ഭയങ്കര മഞ്ഞെന്താണല്ലോ, ഒന്നും കാണാൻ പറ്റണോ? ഫോഗ് കയറി. ചേടാ തന്നില്ലടാ.
സംബോഡി ഗീവ് സം സീഡ്സ്. നമ്മളങ്ങനെ പറഞ്ഞു, നമ്മൾ സംബോഡി എന്നൊക്കെ പറഞ്ഞു. സംബോഡി. ഇവൻ ഷെഫ്, ഇവിടുത്തെ പന്നി ഷെഫാണ്. അപ്പം ഇവനെന്താ തിന്നാന്ന് ആഗ്രഹം? സാൻഡ്വിച്ചാ. എനിക്ക് എൻ്റെ റെസിപ്പി അറിയാൻ പാടില്ല. നമുക്ക് പയ്യെ നോക്കാം. നമുക്ക് അടുത്ത പാർട്ടിയിലൊക്കെ നോക്കാം ഗൈസ്. നമ്മളെ ഡെവലപ്ഷനും കാര്യങ്ങളൊക്കെ പയ്യെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത സ്റ്റോക്ക് വന്നാ സീഡ്സ്. ഓ ഇപ്പം തന്നെ വരും. നമ്മൾ കൃത്യസമയത്ത് വന്നത്. എന്താ വന്നേ കണ്ടില്ല. പംകിൻ സീഡ് മാത്രം വന്നിട്ടുള്ളല്ലോ, വേറൊന്നും വന്നില്ലല്ലോ. വേറൊന്നും വന്നില്ല. പംകിൻ സീഡാ പിന്നെയാ വന്നത്. അതെന്നാ അത്? എപ്പോഴും പംകിൻ സീഡ് മേടിച്ച് നമ്മുടെ പംകിൻ വളർന്നോന്ന് നോക്കട്ടെ. ഇതന്നെ നട്ടെ. നമ്മൾ പംകിൻ പയ്യെ വളരുന്നുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്, ഇതെന്നാ ജപ്പാൻ രീതിയിൽ ഇവിടെ എൻട്രി ഒക്കെ പണിഞ്ഞു വെച്ചേക്കുന്നു. ഇത് 50 കൊള്ളാലോ, കുറെ കുഞ്ഞു പെച്ചൊക്കെ ആയിട്ട്. കൊള്ളാം. ഇവരുടെയൊക്കെ ഇത് കൊള്ളാം. പക്ഷെ നമ്മൾ പയ്യെ അതുപോലെയൊക്കെ ആക്കും. ഇത് കണ്ടു, ഇതെന്താ ആമസോൺ ഫോറസ്റ്റാ? ഇത് മയിലൊക്കെ. അതെ എൻ്റെ മോനെ, ചെത്ത് സാധനം. കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടു. നമ്മുടെ തെങ്ങൊക്കെ പയ്യെ വളർന്നു വന്നുള്ളൂ. അത് എത്ര വളരത്തുള്ള. നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലും സീഡ്സ് ഒപ്പിക്കാൻ നോക്കിയാലോ? പംകിൻ മാത്രമേ ഉള്ളൂ. എന്നൊരു പംകിൻ മേടിച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്നും ഡ്രാഗൺ ഫ്രൂട്ട് വന്നേ വിറ്റില്ല. ഇത് ഇതോടെ നിന്ന് സെല്ലി ആയിട്ട് കേട്ടാ, ഞാൻ കണ്ടില്ല. പംകിൻ സീഡ് മേടിച്ചായിരുന്നു. നമുക്കത് പംകിൻ്റെ അടുത്ത് തന്നെ കൊണ്ടിടാം. വളർന്നോളും. ഗൈസിന്റെ പാർട്ടികൾക്ക് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. നമുക്ക് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. ബൈ ഗൈസ്. ഗൈസിന്റെ പാട്ട് വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് പൊളിച്ചേക്ക്. ഓക്കെ ബൈ.